ഞാൻ ഫസ്റ്റ് ദിവസം കണ്ടാണ്, ഇന്ന് ഒന്നുകൂടി കണ്ടു. എന്താ പറയുക, മോഹൻലാലിൻ്റെ ഒരു പടം, ജിത്തു ജോസഫിനെ പോലൊരു പടം, അത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഇത്തിരി നല്ലതാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ഇന്നും എൻജോയ് ചെയ്യുന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് നേര്. കാരണം ഈ ദിവസവും ഏകദേശം 90% ഓക്യുപ്പേഴ്സിന് ഒന്നുള്ളത് ഫുൾ ആളുടെ നിന്ന് ഈ ദിവസം പടം കാണാമെന്ന് വെച്ചാൽ വലിയൊരു സംഭവം തന്നെയാണ്. അത് ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് തന്ന ജിത്തു ജോസഫിനും ലാലേട്ടനും വലിയൊരു നന്ദി. നമ്മളീ ബാക്കിൽ കാണുന്ന ആളുകൾ മുഴുവൻ നേരെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ഷോയാണ്. രണ്ടാമത്തെ ഷോയിലും ഇപ്പോൾ അടുത്ത ഷോയ്ക്ക് ആയാലും എല്ലാ ടിക്കറ്റും ഓൾമോസ്റ്റ് ഫുള്ളാണ്. എന്തായാലും ഒരു വലിയ വിജയം ആവട്ടെ. ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ. അതെ, ഇനി അടുത്ത പറയാം, നേര് മാത്രമല്ല, മോഹൻലാലിൻ്റെ അടുത്ത പടമായ മലക്കോട്ടെ വാലവിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നേരെ ജിത്തു ജോസഫ് സാറിൻ്റെ നല്ല അത് സംവിധായകൻ ആരാന്ന് അറിയുമ്പോൾ തന്നെ ആ പടം കാണാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ലാൽ സാറിന് നല്ലൊരു തിരിച്ചുവരവായിരുന്നു. എല്ലാവരും നല്ല മികച്ച അഭിനയം കാഴ്ചവെച്ചായിരുന്നു. നല്ല സന്ദേശം കൂടിയാണ്. തീർച്ചയായിട്ടും അതെ 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 തീർച്ചയായിട്ടും നല്ല മൂവിയാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. അതെ അതെ തീർച്ചയായിട്ടും നന്നായിരുന്നു. ഒന്നും പറയാനില്ല. സൂപ്പർ, താങ്ക് യു. വളരെ നല്ല പടം എന്ന് പറയാൻ കാരണം വെച്ചാൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട കോടതിയിൽ നടക്കുന്ന പ്രോസസ്സ്, അത് ലാലേട്ടനും എന്താ പറയുന്നത് സിദ്ദിഖ് ജിയും കൂടെ ഒന്നിച്ച് അത് കമ്പൈൻഡായിട്ട് അത് ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വളരെ നല്ല ഒരു കോമ്പിനേഷനാണ്. ഏത് പടം എടുത്ത് നമ്മൾ നോക്കിയാലും ലാലേട്ടനും സിദ്ദിഖായും ഒക്കെ ഉള്ള പടങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പ്രേക്ഷകരുടെ ഇടയിൽ അത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു കഥയിൽ നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു റിയാലിറ്റി അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, അത് വളരെ ക്ലിയറായിട്ട് അങ്ങനെ ഒരു കഥ നടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊരു അല്ലാതെ ചുമ്മാ അതൊരു എന്താ പറയുക, ഒരു ഊഹാപോഹത്തിൽ വന്നൊരു കഥയല്ല. അത് റിയാലിറ്റിയിൽ നമ്മുടെയൊക്കെ ലൈഫിൽ വരാൻ പറ്റുന്ന ഒരു കഥയാണ്. മാത്രമല്ല അതിനകത്ത് ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ ആ ട്രയൽ അത് കംപ്ലീറ്റ് ചെയ്തു. രണ്ടുപേരും വളരെ കോമ്പറ്റീറ്റീവ് മൈൻഡായിരുന്നു. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ സാധ്യതകൾ കൂടെയും എന്ന് പറഞ്ഞാൽ സത്യം ജയിച്ചു. അതാണല്ലോ ഏറ്റവും വലിയ ദ ട്രൂത്ത് അവിടെ വിൻ ചെയ്തു. അതൊരു വലിയ മെസ്സേജാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് ബഹുമാനപ്പെട്ട കോടതികളിലൊക്കെ എന്താ പറയുന്നത്, ആളുകൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അപ്പോൾ ഒരു കേസ് വന്നാൽ അത് വിൻ ചെയ്യുക എന്നുള്ളതാണ്. സത്യം, നീതി ജയിക്കുക, അത് അതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് വന്നു. പിന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ ബഹുമാനപ്പെട്ട ജഡ്ജായിട്ട് അഭിനയിച്ചു. അദ്ദേഹത്തിനൊക്കെ വളരെ ഒത്തിരി മാർക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം വളരെ ക്ലിയറായിട്ടത് പ്രസൻറ്റ് ചെയ്തു. പിന്നെ അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട ജഡ്ജി അദ്ദേഹം, പിന്നെ രണ്ടാമത്തെ ക്ലർക്ക്, അവർക്ക് എല്ലാവരും അവരുടെ റോള് വളരെ നല്ല രീതിയിൽ അത് ചെയ്തു എന്നാണ് പറയുന്നത്. ആ കോർട്ട് റൂം വളരെ ഫാന്റാസ്റ്റിക് ആയിരുന്നു. പിന്നെ അതിനകത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ത്രീ കഥാപാത്രങ്ങളും വളരെ നല്ലപോലെ എന്ന് വെച്ചാൽ അത്ര നല്ലൊരു പടം ഈ അടുത്ത നാളിൽ നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. കാരണം അത് ഫസ്റ്റ് ഡേയിൽ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾ, ഞാനത് വായിച്ചത് 128 കോടി ടിക്കറ്റ് വിറ്റു എന്നാണ് സെക്കൻഡ് ഡേയിൽ വന്ന റിപ്പോർട്ട് അല്ലേ. അങ്ങനെ ഞാൻ വായിച്ചത് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര വലിയൊരു പെർഫോമൻസ് അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ കണ്ടു പല പടങ്ങൾ, ഞാൻ ഡെയിലി ഏത് പടങ്ങളുണ്ടെങ്കിലും അതിനകത്ത് മുഖം അങ്ങനെ ഫാൻസിനൊന്നും നോക്കാതെ ഏത് പടം പോയി കാണുന്നതാണ്. അപ്പോൾ ഞാൻ കാണാറുണ്ട്, നമ്മൾ ചില സമയങ്ങളിൽ തിയേറ്ററിൽ 5 പേരിരുന്ന് പടം കണ്ടിട്ടുണ്ട് ഞാൻ. അത് നല്ല പടങ്ങൾ. അപ്പോൾ അതൊക്കെ മാറി തിയേറ്ററിനകത്ത് ടിക്കറ്റ് കിട്ടാതെ ഇടിച്ചിട്ട് കയറി നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് അത് ഈ അവധി കാലഘട്ടങ്ങളിൽ ക്രിസ്മസ് ന്യൂ ഇയർ വരുന്ന സമയത്ത് അതുപോലൊരു നല്ല പടം പ്രേക്ഷകർക്ക് കൊടുക്കാൻ ലാലേട്ടൻ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിലൊക്കെ ആ പ്രത്യേകിച്ച് ജിത്തു ജോസഫ് ആ ഒരു ടീം വർക്ക് ഭയങ്കര. പിന്നെ ലേഡി വക്കീൽ, പുള്ളിക്കാരത്തിൻ്റെ പേര് വിട്ടുപോയി, എന്തായിരുന്നു ആ മാഡത്തിൻ്റെ സൂപ്പർ അഭിനയമാണ്. അതൊന്ന് നമ്മൾ പറഞ്ഞാൽ, കാരണം കോടതിയും, ഞാൻ നിയമം പഠിച്ച വ്യക്തിയാണ്, നിയമം അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതൊക്കെ വളരെയധികം ജനങ്ങളുടെ ഇടയിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. യാതൊരു സംശയമില്ല. ദെയർ ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. താങ്ക് യു.